മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ആത്മാർത്ഥതയുള്ള ഒരു ഫോളോവർ ഒരു ചോദ്യം ചോദിച്ചു. കൊടുങ്ങല്ലൂർ ഭരണി കാലത്തെ കാവുതീണ്ടലും അശ്ലീല പാട്ടും അതിനെക്കുറിച്ച് സാറൊന്നും പറയുന്നത് കേട്ടിട്ടില്ല, അതൊന്ന് വിവരിക്കാമോ? യുക്തിവാദികളും നിരീശ്വരവാദികളുമെല്ലാം ഹിന്ദുക്കളെ അവഹേളിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയേണ്ടായി. ഏതായാലും ആർക്ക് വേണമെങ്കിലും അവഹേളിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് തുടരുക തന്നെ ചെയ്യട്ടെ. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ ഇത് സംഭവിക്കാൻ കാരണം അറിയോ? ലളിതാ സഹസ്രനാമം വായിച്ചവർക്കറിയാം, അതിനകത്തൊരു മന്ത്രമുണ്ട്, കൗളമാർഗ തൽപര സേവിതായൈ നമഃ. ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമദ്യത ഉദ്യദ്ഭാന സഹസ്രാവാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപവാചാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷുവോദണ്ഡ പഞ്ചതന്മാത്ര സഹായിക നിജാരുണ പ്രഭാപുരവജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡലാചമ്പക ശോകപുന്നാഗ സൗഗന്ധികൽ സക്കജ എന്നാരംഭിക്കുന്ന മന്ത്രങ്ങളുടെ വരികൾക്കിടയ്ക്ക് കൗളമാർഗ തൽപര സേവിതായൈ നമഃ എന്ന ഒരു വരിയുണ്ട്. അതെന്താണെന്നറിയാമോ? ശരിക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള വിവരണത്തിൽ ഈ വരികളെല്ലാം യോജിക്കും. പക്ഷെ സമൂഹത്തിലിറങ്ങി നമ്മൾ സ്ത്രീ പുരുഷന്മാര് ദേവതാ സങ്കല്പത്തെ വിവരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ധ്യാനിക്കാനും മന്ത്രം ചൊല്ലാനും ഉപയോഗിക്കുന്ന ചുറ്റുപാടുകളല്ല, സമൂഹത്തിലിറങ്ങിയിട്ട് കീർത്തനങ്ങളും പ്രാർത്ഥനകളും അതുപോലെയുള്ള മന്ത്രങ്ങളും വാക്കുകളും പാട്ടുകളുമെല്ലാം ആയിട്ട് ആലപിക്കുമ്പോൾ സ്വകാര്യ ജീവിതവും പബ്ലിക് ജീവിതവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെയും കൗളമാർഗം എന്ന് പറഞ്ഞാൽ പഞ്ചമകാരമാണ്. മാ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 5 എണ്ണം. മദ്യം, മത്സ്യം, മാംസം, മൈഥുനം, മാത്സര്യം, ഈ 5 എണ്ണമാണ് കൗളമാർഗം. മാത്സര്യത്തിൽ ചിലർക്ക് വേറെ ഏതൊക്കെയോ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അമ്പലങ്ങളിലും മദ്യം നിവേദിക്കുന്നത് അത് കൗളമാർഗത്തിന്റെ ഭാഗമാണ്. മദ്യം, മത്സ്യം, വറ്റൽ നിവേദിച്ചിരുന്നു. 21 ക്ഷേത്രങ്ങളിൽ വറ്റൽ നിവേദിച്ചപ്പോൾ നാരായണ ഗുരുദേവൻ ആ ആചാരങ്ങളെല്ലാം മാറ്റി ദുർദേവതകളെ പിഴുതെറിഞ്ഞ് വൈദിക ദേവതകളെ പ്രതിഷ്ഠിച്ചു. അവിടെ വറ്റൽ നിവേദിക്കാൻ അനുവദിച്ചിരുന്നില്ല. മദ്യം, മത്സ്യം, വറ്റലെന്ന് വെച്ചാൽ മത്സ്യത്തിന്റെ ഉണങ്ങിയ മത്സ്യം എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. മദ്യം, മത്സ്യം, മാംസം, കോഴി അറക്കാം, ആടിനെ അറക്കാം, മുട്ടനാടിനെ അറക്കാം. ഇപ്പോൾ നിങ്ങൾ കാമാക്ഷി ക്ഷേത്രം ഗൗഹാട്ടിയിൽ പോയാൽ അവിടെ പ്രാവിനെയും താറാവിനെയും മുയലിനെയും എല്ലാം അറക്കുന്ന വൃത്തികെട്ട ഒരു അന്തരീക്ഷം. ആ അമ്പലത്തിൽ കയറിയാൽ വീട്ടിൽ വന്നിട്ട് കുളിക്കണം, അത്രയും ചോരയാ അവിടെ. അത്രയും നീചവും നിന്ദ്യവുമായിട്ടൊരു അമ്പലം കാണാൻ സാധിക്കില്ല. മുലായം സിംഗിന് ജയിക്കാൻ വേണ്ടി ഒരു വലിയ പോത്തിനെയാണ് അവിടെ അറുത്ത് കുരുതി കൊടുത്തത്. കൽക്കട്ട കാളി ക്ഷേത്രത്തിലും ഇത് തന്നെയാണ്. വൃത്തികേടിന്റെ പരമകാഷ്ഠയാണ്, അറപ്പ് തോന്നും. അതിന്റെ 7 അയൽവക്കത്ത് പോകാൻ സാധിക്കില്ല. പരീക്ഷാ കാലത്ത് ആട്ടിൻകുട്ടികളെ പിടിച്ചുകൊണ്ട് കുട്ടികളിങ്ങനെ ക്യൂ നിൽക്കുന്നത് കാണാം. ഓരോന്നിനായിട്ട് രാക്ഷസീയ മുഖഭാവമുള്ള ഒരാള് ഓം കാളി ജയ് കാളി എന്ന് പറഞ്ഞ് വെട്ടുന്നത് കാണാം. ആ ചോര ചീറ്റുന്നത് കാണാൻ അത്ര ഭയാനകവും ഭീകരവും നിന്ദ്യവും നികൃഷ്ടവുമാണെന്ന് പറയാൻ സാധിക്കില്ല, അത്ര വികൃതമാണ്. അപ്പൊ ഈ മദ്യം, മത്സ്യം, മാംസം, മൈഥുനം, സെക്ഷുവൽ ആയിട്ടുള്ള ഡിസ്പോഷർ, അത് വാക്കുകൊണ്ടോ ആക്ഷൻ കൊണ്ടോ പ്രതിമ കൊണ്ടോ, അത് ഈ കൗളമാർഗത്തിന്റെ ഭാഗമാണ്. ഖജുരാഹോ അതിന്റെ ഭാഗമാണ്. ഈ തെറിപ്പാട്ട് അതിന്റെ ഭാഗമാണ്. ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക്, കൊട്ടിയൂരെന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ണൂര്, ഒരു പള്ളിയിലച്ഛൻ ദിവ്യഗർഭം നൽകിയതിനെ കർദിനാളും ബിഷപ്പും ഒക്കെ ന്യായീകരിച്ച അതേ പ്രദേശം. അവിടെയുള്ള കൊട്ടിയൂരിലേക്ക് അശ്ലീല പാട്ട് പാടിക്കൊണ്ടായിരുന്നു, കയ്യിൽ മദ്യക്കുപ്പിയും പിടിച്ചുകൊണ്ടായിരുന്നു ഇവർ പോയിരുന്നത്. അത് നാരായണ ഗുരുദേവനാണ് നിർത്തിയത്. അശ്ലീല പാട്ടിന് പകരം പ്രണവമന്ത്രം പഞ്ചാക്ഷരി ജപിക്കാൻ പറഞ്ഞു, കള്ളുകുപ്പിക്ക് പകരം ഇളനീര് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്ന വികൃതമായിട്ടുള്ള ഒരാചാരമാണ്. മദ്യം, മത്സ്യം, മാംസം, മൈഥുനം, മാത്സര്യം. മാത്സര്യം എന്നുള്ള ഏത് വാക്ക് വേണമെങ്കിലും അതിനകത്ത് വരാം.
ശരിക്ക് നെഗറ്റീവായിട്ടുള്ള ഏത് ആക്ടിവിറ്റിയും മാത്സര്യത്തിൽ വരാം. ഈ മാത്സര്യമല്ല, വേറെ ഏതൊരു വാക്കുകൂടി ചിലർ ഉപയോഗിക്കാറുണ്ട്. ഇതിനെ ഇല്ലാതെയാക്കാൻ AD 750 മുതൽക്ക് ശങ്കരാചാര്യര് എല്ലായിടത്തും ശ്രമിച്ചു. എല്ലായിടത്തും ശങ്കരാചാര്യർ വിജയിച്ചു. കൽക്കട്ടയിലും കാമാക്ഷി ക്ഷേത്രം ഗൗഹാട്ടിയിലും ഒഴികെ. കൽക്കട്ടയിലെ പാണ്ഡകളും ഗൗഹാട്ടിയിലെ പാണ്ഡകളും ശങ്കരാചാര്യെ സ്വീകരിച്ചില്ല. ശങ്കരാചാര്യ പറയുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു, പക്ഷേ ഇത് ആചാരത്തിന്റെ ഭാഗമാണ്, ഒരു കാരണവശാലും നിർത്തില്ല പറഞ്ഞു. ഈ അടുത്ത കാലത്ത് വെള്ളായണി തിരുമുടി ഉത്സവമൊക്കെ ആയിട്ട് പറയെടുപ്പിന് പോയപ്പോൾ ശരിക്കും വെള്ളായണി ദേവി കള്ളു കുടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. പാട്ട് നല്ല രസമാണ്, അർത്ഥം കേട്ടാൽ അറപ്പ് തോന്നും. അങ്ങനെ ഉള്ള പാട്ടുകൾ എഴുതി അത് പാട്ട് പാടി അത് CD ആക്കി ദേവി കള്ളു കുടിക്കുന്നതായിട്ട്. ദേവി കള്ളു കുടിക്കുകയാണെങ്കിൽ പിന്നെ മനുഷ്യനും ദേവിയും തമ്മിൽ എന്താ വ്യത്യാസം? ദേവിക്ക് കോഴി ഇറച്ചി ചിക്കനും മട്ടണം കിട്ടിക്കഴിഞ്ഞാൽ ശക്തി കൂടുമെങ്കിൽ പിന്നെ മനുഷ്യനും ദേവിയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നമ്മുടെ വേദത്തിൽ അത് പറഞ്ഞിട്ടില്ല, പുരാണങ്ങളിൽ പറഞ്ഞിട്ടില്ല, ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടില്ല, ദർശനങ്ങളിൽ പറഞ്ഞിട്ടില്ല, ഉപവേദങ്ങളിൽ പറഞ്ഞിട്ടില്ല, ഉപാംഗങ്ങളിൽ പറഞ്ഞിട്ടില്ല. ആഗമങ്ങളിൽ തെറ്റായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീബുദ്ധൻ അതിനെ എതിർത്തിട്ടുണ്ട്, ശങ്കരാചാര്യ എതിർത്തിട്ടുണ്ട്. അവിടെ നിന്ന് പരമ്പരകളായിട്ട് ശരിക്കും മാധ്വാചാര്യർ എതിർത്തിട്ടുണ്ട്. സകല ഋഷീശ്വരന്മാരും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ഉൾപ്പെടെ ഈ കൗളമാർഗത്തിന് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്, ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതും നല്ല ഹിന്ദു വിഭാഗം വിചാരിക്കുകയാണെങ്കിൽ ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലെ പച്ച തെറിപ്പാട്ടും കൊടുങ്ങല്ലൂരിലെ തെറിപ്പാട്ടും ഒക്കെ നിർത്താൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കാം. 36 വർഷം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച ബംഗാളിൽ ഇപ്പോഴും നീചവും നികൃഷ്ടവും നിന്ദ്യവുമായിട്ടുള്ള ഈ പ്രവൃത്തി നടക്കുന്നുണ്ട്. വേണമെങ്കിൽ അവർക്ക് നിർത്തിക്കൂടായിരുന്നു. അവരുടെ ആഗ്രഹമാണ് ഇതൊക്കെ നിലനിൽക്കണം, അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും നിലനിൽക്കണം. പക്ഷെ ഞങ്ങൾക്ക് എതിർക്കാൻ അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിലേ ഹിന്ദുവിനെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും പറ്റുള്ളൂ. അത് നിലനിർത്തുകയും ചെയ്യാം. അതിനെതിരെ 365 ദിവസവും വികൃതമായിട്ട് നിഷേധാത്മകമായിട്ട് പുച്ഛത്തോടുകൂടി അവഹേളനാത്മകമായിട്ട് പ്രസംഗിക്കുകയും ചെയ്യാം. അത് നിന്നുപോയാൽ പ്രസംഗിക്കാൻ പറ്റില്ലല്ലോ. അതിനെ നിലനിർത്തല്. കണ്ണൂരൊക്കെ ഇപ്പോഴും തെയ്യത്തിലെ ചില തെയ്യമൊക്കെ കോഴിയെ പച്ചയ്ക്ക് ജീവനോടെ കടിച്ചു കീറുന്നുണ്ട്. അതിവർ നിലനിർത്തും കണ്ണൂരുകാര്. എന്താണെന്നറിയാമോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ജനങ്ങളെ കാണിച്ച് ആ തെയ്യം ഏത് ദേവതയുടെ ഭാഗമാണോ അതിനോട് അറപ്പുണ്ടാക്കാൻ ഇവരുടെ ആവശ്യമാണ്. അല്ലാതെ ഒരു തെയ്യത്തിൽ നമ്മുടെ പൈതൃകത്തിൽ പറഞ്ഞിട്ടില്ല പച്ചയ്ക്ക് ജീവനോടെ കടിച്ചു കീറി അതിനെ കാലിന്റെ ചുവട്ടിൽ വെച്ചിട്ട് അരച്ച് ചവിട്ടി കൊല്ലണമെന്ന്. അതിന് ജീവനില്ലേ, അതിന് വേദനയില്ലേ, അതിന് വികാരവും ഇല്ലേ? ഇവർക്ക് വികാരവും വേദനയും ഒന്നുമില്ല. വഴിയെ കൂടെ പോകുന്ന ഹിമോൽ ഭദ്രാനന്ദയും ഓരോന്നിനും പിടിച്ചടിച്ചിട്ട് അകത്തിട്ട് കഴിഞ്ഞിട്ട് ജാമ്യമില്ലാത്ത വകുപ്പും ചേർത്തിട്ട് നടത്തിയ കേസിന് കൊഴുപ്പ് കൂട്ടാനാണെന്നുള്ള രീതിയിൽ ഓരോന്നും ചെയ്തിട്ട് ഇതൊന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുന്ന ഓരോരുത്തരും അവരെ പോലെ അല്ലല്ലോ. അതിന് ജീവനില്ല. അത് സത്യം, ധർമ്മം, നീതി, ന്യായത്തിന്റെ പുറത്താണ് ആ ജന്തുക്കൾ ഇരിക്കുന്നത്. മനുഷ്യന് മാത്രമേ ക്രൂരത ഇത്രയും അധികമുള്ളൂ. ഏതായാലും ഈ കൊടുങ്ങല്ലൂരിൽ അശ്ലീല പാട്ടും ബാക്കിയുള്ളതെല്ലാം മാറ്റാൻ കുറേ പേര് സംസാരിക്കാനെങ്കിലും തുടങ്ങണം. ആനയുടെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും സംസാരിച്ചു. ആനയുടെ എണ്ണം കുറഞ്ഞു. വെടിക്കെട്ടിന്റെ കാര്യത്തിൽ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മുഷ്ടി ചുരുട്ടിയിട്ട് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യാൻ പോയിട്ടില്ല, പോവുകയില്ല. പഠിപ്പിക്കൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. വിഭവ സമൃദ്ധമായ സദ്യക്കെതിരെയും കാര്യമായിട്ട് നടത്തുന്നുണ്ട്. അതൊക്കെ വർക്ക് ചെയ്യുന്ന മാതിരി അശ്ലീല പാട്ട് എല്ലായിടത്തും അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാറുണ്ട്, അവോയ്ഡ് ചെയ്യണമെന്ന് പറയാറുണ്ട്. കുറേ വ്യക്തികൾ അതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കാം. പ്രണാമം, നമസ്കാരം.